ഇപ്പം നമ്മൾ നാലാമത്തെ ദിവസമാണ് ഋഷികേശിൽ റൂം എടുത്ത് നിന്ന് രാവിലെ 6:30 മണിക്കൊക്കെ എണീറ്റിട്ട് ഇപ്പോൾ ഏകദേശം 7 മണിയായി 7 മണി ആകുമ്പോഴേക്കും നമുക്ക് ട്രക്കിങ്ങിനുള്ള വണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനെല്ലാം റെഡിയായി സെറ്റായി നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഏകദേശം 7 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇവിടെ ഋഷികേശിലെ ഈ ഒരു ക്ലൈമറ്റ് തന്നെ. ഇനി പോകുന്നതിനനുസരിച്ച് മൈനസിലേക്കൊക്കെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് പോകുന്നത് ലോഹാജങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വില്ലേജാണ്. ആ വില്ലേജിൽ നിന്ന് നാളെ രാവിലെ നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും. ബേക്കത്താൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പോട്ടിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം 225 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രാവലറിലാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടുക്ക് ഒരുപാട് നല്ല അടിപൊളി സ്പോട്ടുകളൊക്കെ കാണാനുണ്ട്. അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് കാണാം. അപ്പോൾ നമ്മൾ വണ്ടി വരുന്നു പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്താണ്. ഇതൊരു 4 ഇതായിട്ടുള്ള ജംഗ്ഷനാണ്. 4 സൈഡ് റോഡ് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഡെറാഡൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് വണ്ടി വരാമെന്ന് പറഞ്ഞത്. അങ്ങനെ നമുക്ക് ലോഹാജങ്ക് പോകാനുള്ളത് ഈ ഒരു റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ആ ഭാഗത്താണ് നിന്നിട്ടിരുന്നത്. പക്ഷേ വണ്ടി ആ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ പോകാനുള്ള റോഡ് ഈ ഒരു ഭാഗത്ത് വന്നിട്ട് നിർത്തിയിട്ടുണ്ട്. ഇതാണ് പോകാനുള്ള വണ്ടി. ഇപ്പോൾ ജബരാജൊക്കെ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ടുള്ള വേറെ ഒരാൾ മാത്രം കൂടെ ഉണ്ട്. ഇനി പോകുന്ന വഴിയിൽ വേറെ ആരെങ്കിലും പിക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. അടുത്തൊരു സ്പോട്ട് കൂടെ നിർത്താനുണ്ട് വണ്ടി. കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഋഷികേശ് ടൗൺ തന്നെയാണത്. നമ്മൾ ഇന്നലെ നൈറ്റ് ഋഷികേശ് എത്തുന്ന വരെയുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഋഷികേശ് എന്നൊക്കെ പറയുന്നത് ഹിന്ദു വിശ്വാസികൾക്കൊക്കെ ഭയങ്കര പ്രധാനപ്പെട്ട ഒരു സ്പോട്ടാണ്. പിന്നെ ഗംഗാനദിയൊക്കെ ഒഴുകിയെത്തുന്ന ഈ ഒരു പ്രദേശത്തേക്കാണ്. ഇത് നമ്മുടെ കൂടെ ട്രക്കിങ്ങിന് വരുന്നവരെ ആ ഒരു രണ്ടാമത്തെ പിക്കപ്പ് പോയിന്റിൽ വണ്ടി നിർത്തിയതാണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എൻ്റെ കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വിശ്വാസികളൊക്കെ ഒരുപാട് പേര് വരുന്നതല്ലേ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റും. ഈ ഭാഗത്ത് എൻ്റെ കേരളം എന്നുള്ള റെസ്റ്റോറൻറ്റൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളെ കൂടെ ട്രക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം വണ്ടിയൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നുണ്ടാവും ഗംഗാനദിൻ്റെ ഒക്കെ ഓരോ ഏരിയകളാണ്. ഈ ഭാഗത്തൊക്കെ വെള്ളം കുറവാണ്. പക്ഷെ അവിടെ ടൗണിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ബ്ലൂ കളറിൽ വെള്ളം ഒഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്ത് നിന്ന് സൺറൈസ് അതിനെ കൊണ്ട് ഭയങ്കര വെളിച്ചടിക്കുന്നുണ്ട്. അതുകൊണ്ട് ഗ്ലാസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നുണ്ടോ വിഷ്വല് പുറത്ത് കാണുന്നുണ്ടാവും. അവിടെ ഒരു ഗംഗാനദിൻ്റെ ഒക്കെ ഒരു സ്പോട്ടാണ്. ഭയങ്കര വൈബായിട്ടുള്ള സ്പോട്ടുകളാണ്. മഞ്ഞൊക്കെ വന്ന് മൂടി നിൽക്കുന്നുണ്ട് ആ മലൻ്റെ മേലായിട്ട്. ഭയങ്കര തണുപ്പുമുണ്ട്. പക്ഷേ കുറച്ച് നേരം വീഡിയോ എടുക്കാൻ വേണ്ടി വിൻഡോ ഓപ്പൺ ചെയ്താണ്. ഇന്നത്തെ ഒരു ദിവസം മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു വണ്ടിൻ്റെ അകത്താവും ഒരു യാത്ര ലോഹാജങ്ക് വരെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് നല്ല സ്പോട്ടുകളൊക്കെ കാണാനായിട്ടുണ്ട്. നമ്മൾ ഋഷികേശിൽ നിന്ന് യാത്ര ആരംഭിച്ചത് മുതൽക്ക് തന്നെ മുഴുവനായിട്ട് മലകളാണ്. അപ്പോൾ അതിൻ്റെ ഇടക്കൂടുള്ള ഭയങ്കര ഹൈ റിസ്കി ആയിട്ടുള്ള ഒരുപാട് ലാൻഡ് സ്ലൈഡിങ് ഒക്കെ നടക്കുന്ന ഓരോ റോഡുകളാണ് ഇനി ലോഹാജങ്ക് എത്തുന്നവരെ. പിന്നെ ഇതാണ് നമ്മളെ ഡ്രൈവർ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡ്രൈവറാണ്. ഹൈ ടാലൻ്റഡ് ആയിട്ടുള്ള ഡ്രൈവറാണ്. കാരണം ഈ ഒരു മലകളും ഇതൊക്കെ ഇതുപോലെ ഡ്രൈവ് ചെയ്ത് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്ക് അത് പറ്റുള്ളൂ. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും അവിടെ ലോഹാജങ്ക് എത്തുന്ന വരെ ഇനി ഇതുപോലെ കിടിലം സ്പോട്ടുകളൊക്കെയാണ് കവർ ചെയ്ത് പോകാനുണ്ട്. ഒരു ബൈക്ക് റൈഡേഴ്സിനൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ട് തന്നെയാണ് ഉണ്ടത്. കാരണം നമ്മൾ ഡൽഹിയൊക്കെ വന്നിട്ട് ഒരു ബൈക്ക് എടുത്തിട്ട് ഒരു 10 to 12 days ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് രുദ്രപ്രയാഗ്, അതുപോലെ തന്നെ കേദാർഗന്ധ, കേദാർനാഥ്, ബദ്രിനാഥ് ഇതുപോലുള്ള സ്പോട്ടുകളൊക്കെ കവർ ചെയ്ത് പോകാൻ പറ്റും. നമ്മളിപ്പോൾ പോകുന്ന വഴി നമുക്ക് രുദ്രപ്രയാഗ് കാണാൻ പറ്റും. കാരണം ഞാൻ റൂട്ട് മാപ്പ് നോക്കുമ്പോൾ രുദ്രപ്രയാഗ് കവർ ചെയ്ത് കണ്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിപൊളി കാഴ്ചകളൊക്കെ ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. സൺറൈസിൻ്റെ സമയം കൊണ്ട് തന്നെ ഈ ഫ്രണ്ടിലെ ഒരു ഗ്ലാസിൻ്റെ അകത്തൂടെ കാണുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, രക്ഷയില്ലാത്ത വ്യൂ ആണ്. കാരണം ആ മലകളൊക്കെ ഫുള്ളായിട്ട് ക്ലൗഡ് വന്ന് മൂടിക്കിടക്കുന്ന ഒരിത്
പിന്നെ അതിൻ്റെ നടുക്കൂടെ ഒരു സൺലൈറ്റ് ഇറങ്ങി വരുന്ന ഓരോ കാഴ്ചകളൊക്കെ ഇവിടെ വന്നിരുന്ന് കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുണ്ട്. അപ്പം അതാണ് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ് വന്നിരിക്കുകയാണ്. പിന്നെ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇനിയും റിസ്ക്കാണ് കേട്ടോ ഈ റൂട്ടിലൂടെ ഒക്കെ പോകുന്നത്. നമ്മുടെ ഈ ഒരു റൂട്ട് മാക്സിമം തിരഞ്ഞെടുക്കാൻ പറ്റുന്നത് നമ്മളെ ഒരു ഡിസംബർ മുതൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച് ആ ഒരു ടൈമിലൊക്കെ നല്ല തണുപ്പും ഉണ്ടാവും. അപ്പോൾ തന്നെ നല്ല വൈബ് അടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണിത്. നമുക്ക് ടീ കുടിക്കാൻ, ടിഫൻ കഴിക്കാനൊക്കെ നിർത്തിയ കടയാണ്. ഇവിടെ നമുക്ക് ചപ്പാത്തി, അതുപോലെ തന്നെ ചന മസാല അങ്ങനത്തെ ഡിഷൊക്കെ കിട്ടും. കുക്കിങ്ങിൻ്റെ സ്ഥലം ഇവിടെ തന്നെയാണ്. കാഷ്യർ ചെറിയൊരു കടയാണ്. എല്ലാ സംഭവങ്ങളും ഉണ്ട്, പക്ഷേ മെനു ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുണ്ട് അതുപോലെ മാഗി. ഈ ഒരു സ്പോട്ടിലാണ് നമുക്ക് ടീ കുടിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈറ്റിംഗ് ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഈ റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം നല്ല സൈറ്റിംഗ് ഉള്ളൊരു തന്നെയാണ്. ആ ഒരു ഗംഗ ആറ്, ഒരു നദി ഉണ്ടല്ലോ, അതിനോട് ചേർന്നിട്ടുള്ള റോഡാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ റോഡ് ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് ഇങ്ങനെ പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എന്തായാലും പോകുന്ന റൂട്ടെല്ലാം അടിപൊളിയാണ്. അപ്പോൾ നാളെ രാവിലെ ലോഹാജംഗ് എന്നാണ് നമ്മൾ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഏകദേശം മോർണിംഗ് കറക്റ്റ് ടൈം എപ്പോഴാണെന്ന് അറിയില്ല. നാളെ ഒരു ഈവനിങ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ബാക്കത്താൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്പോട്ട് വരെയാണ് ട്രക്ക്. ബാക്കത്താൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ അടുത്ത ദിവസമാണ്, അവിടെ അന്ന് ടെൻ്റ് അടിച്ചിട്ട് അടുത്ത ദിവസമാണ് ബ്രഹ്മതാലിലേക്കുള്ള ഒരു ട്രക്കിങ്. അന്ന് ഈവനിങ് ബ്രഹ്മതാൽ പോയിട്ട് ടെൻ്റ് അടിച്ച് അവിടെ നിന്നിട്ട് അടുത്ത ദിവസം മോർണിംഗ് ആവും നമ്മൾ ബ്രഹ്മതാൽ സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത്. അന്ന് ബ്രഹ്മതാൽ സബ്മിറ്റ് പോയിട്ട് അന്ന് തന്നെ തിരിച്ചിറങ്ങിയിട്ട് ലോഹാജംഗിലേക്ക് തന്നെ എത്തുന്ന പോലെ ആവും. പിന്നെ അവിടുന്ന് നേരെ ലോഹാജംഗ് ടു ഋഷികേശ്. അതങ്ങനെ അടുത്ത 2-3 ദിവസമായിട്ടുള്ള പ്ലാനുകൾ. പുറത്ത് വെയിലടിക്കുന്നത് കാണുന്നുണ്ടായാലും നല്ല തണുപ്പുണ്ട് ഉണ്ടാവും. പിന്നെ ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുക്കാൻ കാരണം ഇവിടെ നമുക്ക് കാണുന്നുണ്ട്, നമുക്ക് കയറിപ്പോകാനുള്ള റോഡ് അതിൻ്റെ മേലായിട്ട് ആ ഒരു ഭാഗത്തോട്ടാണ്, അതിൻ്റെ ടോപ്പിലോട്ടാണ് കയറി പോകാനുള്ളത്. ക്രിസ്ത്യൻസ് ഒക്കെ ട്രാവൽ ചെയ്ത് പോകുന്ന ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ബെസ്റ്റ് സ്പോട്ടുകളാണ് ഇതൊക്കെ. കാരണം ഈ ഒരു റൂട്ട് എടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, രുദ്രപ്രയാഗ്, കേദാർനാഥ്, കേദർഗന്ധ, ബദ്രിനാഥ്, ഇതുപോലെ ഒരുപാട് സ്പോട്ടുകൾ ഇവിടെ കവർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇഷ്ടംപോലെ ട്രക്കിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. ബദ്രിനാഥിലേക്ക് 193 കിലോമീറ്ററും കേദാർഗന്ധിലേക്ക് 123 കിലോമീറ്ററും ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. സൈഡിൽ ഈ ഒരു ലേക്ക്, ഒരു ബ്ലൂ കളറായിട്ടുള്ള ഒരു വാട്ടർ, നല്ല അടിപൊളി കാഴ്ചകളാണ്. ആ ലേക്ക് കഴിഞ്ഞിട്ട് തന്നെ അവിടുന്ന് ആ ഒരു മല സ്റ്റാർട്ടാകുകയാണ്. അതിൽ അടിപൊളി കാഴ്ചകൾ തന്നെ കേട്ടോ ഈ ഒരു റൂട്ടിൽ വരുന്നത്, ഒരു രക്ഷയില്ല. അതായാലും ഇങ്ങനെ എൻജോയ് ചെയ്ത് കണ്ട് പോവാണ്. നല്ല സെറ്റ് എക്സ്പീരിയൻസ്. എന്തായാലും ലോങ് ഡ്രൈവൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. ഇവിടെയൊക്കെ ഹെവി റിസ്ക് റൂട്ടാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ലാൻഡ് സ്ലൈഡ് നടക്കുന്ന സ്പോട്ടുകളാണ് തോന്നുന്നത്. കണ്ടില്ലേ, ചെങ്കുത്തായിട്ടുള്ള ഒരു മലകളും ഇതൊക്കെയാണ്. റൈറ്റ് സൈഡ് കണ്ടില്ലേ, ഇവിടെ അടുത്തായിട്ട് തന്നെ പുഴ താഴെ. അതാണ് സീന്. ഇവിടെ പുഴയാണെന്നുണ്ടെങ്കിൽ അടിച്ചെല്ലാം തീരെ അടിച്ച് കുറവാണ്. ഇത്രയും നേരോ ആയിട്ടുള്ള റോഡ്, നല്ല ലാൻഡ് സ്ലൈഡിങ് ഒക്കെ നടക്കുന്നത് കണ്ടില്ല. മണ്ണെല്ലാം ഒന്ന് വീണിരിക്കുന്നത് സൈഡിലൊക്കെ ആയിട്ട്. അങ്ങനത്തെ സ്പോട്ടുകളിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലാൻഡ് സ്ലൈഡായി വീണതാണോ അല്ലെങ്കിൽ വെട്ടി മാറ്റി വെച്ചാണോ എന്നുള്ള കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പക്ഷേ സ്പോട്ടുകളൊക്കെ കണ്ടിട്ട് നല്ല ലാൻഡ് സ്ലൈഡ് നടക്കുന്ന സ്പോട്ടാന്ന് തോന്നുന്നത്. കേട്ടിട്ടുണ്ട് ഈ ഒരു റൂട്ട് കുറച്ച് അഡ്വഞ്ചർ ആണെന്നുള്ളത്. രുദ്രപ്രയാഗ് ടൗൺ ആണിത്. അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ള ഒരു ചെറിയ റോഡാണിത്. പിന്നെ ഒരുപാട് വിസിറ്റേഴ്സും ടൂറിസ്റ്റേഴ്സൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡാണ്. കണ്ടില്ല, കുറച്ച് നേരമായിട്ട് ഇവിടെ ബ്ലോക്കാണ്.
പക്ഷേ നല്ല ഭംഗിയുള്ള ടൗൺ കേട്ടോ. കാരണം നമ്മൾ ഇവിടുന്ന് ഫ്രണ്ടിൽ തന്നെ നോക്കുമ്പോഴുള്ള ഒരു വ്യൂ, നേരെ സ്ട്രെയിറ്റ് ആയിട്ടൊരു മല കാണുന്നുണ്ട്. എൻ്റെ സൈഡിലായിട്ടാണ് കടകളും ഇതും, നടുക്കൂടെ റോഡും. നല്ല ഒരു അടിപൊളി വ്യൂ ഇവിടെ നോക്കുമ്പോൾ. ഇവിടുത്തെ വീടുകളൊക്കെ കണ്ടില്ല, ഭയങ്കര സ്റ്റീപ്പിലാണ് വെച്ചിരിക്കുന്നത് ആ മലൻ്റെ മേലായിട്ട്. താഴെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ ഫുള്ള് ഈ ഒരു നദി ഒഴുകുന്നത്, അതും ഭയങ്കര താഴ്ചയിലാണ്. ഇവിടെ നോക്കിയാൽ കാണാം, അത്രയും താഴ്ചയിൽ കാണുന്നുണ്ടാവും ആ ഒരു പുഴ ഒഴുകുന്നത്, കണ്ടില്ല. എല്ലാ വീടുകളും അതുപോലെ തന്നെ. ഈ ഒരു സ്പോട്ട് എന്തായതാന്നുള്ള അറിയില്ല, ലാൻഡ് സ്ലൈഡ് ആയ പോലുള്ളൊരു സ്പോട്ടാണ്, കണ്ടില്ല. ഇവിടൊക്കെ മുഴുവനായിട്ട് മണ്ണിടിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. ഇതാണ് സീന റോഡ്. മുമ്പിലൊരു മിലിറ്ററിൻ്റെ ഒരു വണ്ടി പോകുന്നുണ്ട്, അതിൻ്റെ അകത്തൊക്കെ മിലിറ്ററിക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. നോക്ക് താഴെ ഒരു റിവറിൻ്റെ വ്യൂ. പക്ക കണ്ടില്ലേ, ഇത് ഭംഗിയാ നോക്കൂ. ഒരു ബ്ലൂ കളറിലായി ഒഴുകുന്ന ഒരാറ്. ശരിക്കും നമ്മളൊരു ബൈക്കൊക്കെ എടുത്തിട്ട് വരേണ്ട ഒരു റൂട്ടാണിത്. ഒരുപാട് ഹാങ്ങിങ് ബ്രിഡ്ജുകളൊക്കെ ഉണ്ട്. നമ്മൾ ഒരുപാട് വില്ലേജുകളൊക്കെ ഉണ്ടല്ലോ, വീടുകളൊക്കെ ആയിട്ടുള്ള ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോകാനായിട്ട് ഇതുപോലെ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇതെല്ലാം ഉണ്ട്. ബൈക്കൊക്കെ എടുത്ത് വന്നു കഴിഞ്ഞാൽ അതുപോലെയൊക്കെ പോയി നോക്കി. പക്ഷേ കുറച്ച് ടൈം ഇവിടെ ദിവസം സ്പെൻഡ് ചെയ്ത് പോകുന്ന പോലെ ഇരിക്കണം. നമ്മളിപ്പോൾ ട്രക്കിങ് അതിനെ കൊണ്ട് 5 ദിവസം അതിൻ്റെ അകത്ത് തന്നെ പോകും. ആണ് പിന്നെ ഇങ്ങനെ ഒരു പാക്കേജ് എടുത്തുകൊണ്ട് വരാൻ കാരണം. പക്ഷെ എന്തായാലും അതൊക്കെ കാണുമ്പോൾ അതുപോലെ ആ ഒരു ഏരിയക്ക് പോയിട്ട് വില്ലേജ് ആ ഭാഗത്ത് പോയി അതുപോലെ ബൈക്ക് എടുത്ത് വന്ന് നോക്കാനാണ് തോന്നുന്നത്. ഭയങ്കര സ്പോട്ടുകളാണ് ആ ഭാഗത്തോട്ടൊക്കെ. മുഴുവനായിട്ട് വില്ലേജ് ഒരു കൾച്ചർ, ഇതൊക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയൊരു റെസ്റ്റോറൻ്റാണ് പോകുന്ന വഴി. ഇപ്പോൾ സമയം ഏകദേശം 1:30 കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ ജസ്റ്റ് കാണിക്കാമെന്ന്. ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൈഡിലേക്ക് വന്നതാണ്, കണ്ടില്ലേ. അവിടെയൊക്കെ നിറയെ ടൂറിസ്റ്റുകളൊക്കെ പോയി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ താഴെ ഒരു പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഈ ഭാഗത്തായിട്ട് ബ്രിഡ്ജ് ഉണ്ട്, സെറ്റ് സ്പോട്ട്, കണ്ടില്ല. ഇപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇങ്ങനെ യാത്ര റീസ്റ്റാർട്ടായിട്ടുണ്ടായി. അപ്പോൾ ഫുഡ് കഴിഞ്ഞ് കണ്ട് ഫസ്റ്റ് തന്നെ കണ്ട ഒരു ചെറിയൊരു നാരോ റോഡിനാണ് കയറിയിട്ടുള്ളത്. ഫുഡ് ഇതേപോലെ ഒരു ചെറിയ റോഡിലാണെന്ന് തോന്നുന്നു പോകുന്നത്. എന്തായാലും നല്ല വെറൈറ്റി റൂട്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളവിടെ പാക്കേജ് അതിനെ കൊണ്ട് തന്നെ അത്യാവശ്യം വലിയൊരു ഹോട്ടലിൻ്റെ അടുത്താണ് നിർത്തിയത്. പക്ഷേ ഞങ്ങൾ അവിടുന്ന് അവിടെ കയറാതെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെ ഹോട്ടലുകളൊക്കെ അവൈലബിൾ ഉണ്ട്. അവിടെ പോയിട്ടാണ് ഫുഡ് കഴിച്ചത്. കുഴപ്പമില്ല, താളി ഫുഡുണ്ട്, ചപ്പാത്തി റൈസൊക്കെ ആയിട്ട് കുഴപ്പമില്ലാത്ത ഫുഡാണ് അവിടെ കിട്ടിയത്. അതായത് ഒരാൾക്ക് 120 രൂപ. സീന റോഡാണ് ഉണ്ടായി കാണുന്നതൊക്കെ. അടിപൊളി റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റൂട്ട്. നിങ്ങൾ തന്നെ കണ്ടോളി.
ദൂരെ യാത്ര ചെയ്ത് വന്നിട്ട് ഒരു കൃഷി ചെയ്യുന്നൊരു ഗ്രാമമായിട്ട് കാണുന്ന ഇത് മാത്രമാണ് ഉണ്ടാവുക. ഇതിൻ്റെ അടുത്ത് കുറച്ച് ഒരു ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഇത്ര വലുതല്ല. ഭാഗത്ത് ഉള്ളിയോ മഞ്ഞളോ അങ്ങനെ എന്തോ സംഭവമാണെന്ന് തോന്നുന്നത്. ഈ ഒരു നദിൻ്റെ അപ്പുറത്തെ സൈഡായിട്ടാണ് ആ ഒരു വില്ലേജ്. ഇത് ഫ്രണ്ടിൽ മണ്ണ് വീണിരിക്കുകയാണ്. JCB വന്ന് മണ്ണ് എടുക്കുന്നുണ്ട്. കുറച്ച് വണ്ടികളൊക്കെ ഇവിടെ ബ്ലോക്കായി കിടക്കുക. അതാണ് സീന്. വരുന്നൊക്കെ ഏതെല്ലാം റൂട്ടിലാണ് വരുന്നത്. എന്താ പറയുക, ട്രാൻസ്പോർട്ടേഷനൊക്കെ തീരെ കുറവാണ്. നമ്മൾ ബസ് സർവീസ് അങ്ങനെയൊന്നും അവൈലബിൾ ഇല്ല. അപ്പോൾ ബ്രഹ്മതാലി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ബൈക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ടാക്സി അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് വരുന്നതാണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പാക്കേജ് എടുത്തിട്ട് അവിടെ ലോഹഞ്ചങ്ക് എത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചുറ്റിപ്പോവുള്ളൂ. ഏതൊക്കെ റോഡിനാണ് കയറി വന്നിട്ടുള്ളത്. ഇത് കണ്ടില്ല, എത്രയും ഭാഗം മണ്ണ് മേലെ നിന്ന് ഇടിഞ്ഞാണെന്ന് തോന്നുന്നത്. ആ ഭാഗത്തായിട്ടാണ് JCB എടുത്തിട്ടിരിക്കുന്നുണ്ട് മണ്ണ്. ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവുമെന്ന് വിചാരിക്കണേ. എന്തായാലും JCB അവിടെ പണി തുടരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഒരു നദിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്തൊക്കെ ഒരുപാട് വീടുണ്ടെന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അവിടെ ഇപ്പോൾ അതിൻ്റെയൊക്കെ മേലെ ടോപ്പിലായിട്ടൊക്കെ വീട് കാണുന്നുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. സൂം ചെയ്ത് കാണിച്ചു തരാം, കണ്ടില്ലേ? അവിടെയൊക്കെ വീടുണ്ട്. അപ്പോൾ ഇവരൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലെയുള്ള ഒരു വഴിയാണ്. ഇതിലൂടെ ഇങ്ങനെ നടന്നിറങ്ങിയിട്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു ദിവസമോ അങ്ങനെയൊക്കെ ഇതുപോലെ പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പോകുന്ന ഒരു സെറ്റപ്പാവും, ആ ഒരു ലൈഫ് സ്റ്റൈലാവുമെന്നാണ് തോന്നുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു ദിവസം എന്തെങ്കിലും പച്ചക്കറി തീർന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്ന പോലൊന്നും ഇവർക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം അത്രയും ദൂരം നടന്നു വരണം. പ്രത്യേകിച്ച് ഈ കാണുന്ന വീടാണെങ്കിൽ തന്നെ ഒരുപാട് ദൂരം നടക്കാനുണ്ട്. ഇങ്ങനെ താഴെ വന്നിട്ട് ഇങ്ങനെ ഈ റൂട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ആ റോഡ്. ഇവിടെ അടുത്തൊന്നും ഈ ഒരു നദി കടക്കാൻ വേണ്ടിയിട്ട് വേറെ റൂട്ട് പാലമൊന്നുമില്ല. കുറേ ദൂരം കഴിയുമ്പോൾ ഒരു ഇതുപോലെ ഹാങ്ങിങ് ബ്രിഡ്ജ് പോലെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെറ്റപ്പിലുള്ള ലൈഫ് സ്റ്റൈലാണ് ഇവിടെയൊക്കെയുള്ള വീടുകൾ ഇതൊക്കെ. പിന്നെ കൃഷി കാര്യങ്ങളൊന്നും അധികം കാണുന്നില്ല. ഇവരെ ജീവിതമാർഗം എന്താണെന്നുള്ളത് മെയിനായിട്ട് ടൂറിസമാണെന്ന് തോന്നുന്നത്. എന്തായാലും JCB അവിടെ പണി കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഏകദേശം അരമണിക്കൂർ എടുത്തു. ഓക്കെ, എന്നാൽ വണ്ടി കയറാം. അത് കണ്ടില്ലേ, ഇപ്പോൾ വീണ മണ്ണാണ്. എന്തോ ജസ്റ്റ് മിസ്സാണ്. കുറച്ച് മുമ്പായിട്ട് വീണാണ്. ഇത്രയും ഭാഗം മണ്ണ് വീണിട്ടുണ്ട്. അതാ പറഞ്ഞേ, ഹെവി റിസ്ക് റൂട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് പറഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എന്താ പറയുക അഡ്വഞ്ചർ റൂട്ട് എന്നാണ് കരുതിയത്. പക്ഷേ വിചാരിച്ചതിനേക്കാളും എത്രയോ അപ്പുറം തോന്നുന്നു. കാരണം നമ്മളെ കണ്ണിൻ്റെ മുമ്പിൽ കുറച്ച് മുമ്പായിട്ട് ഇതുപോലെ ഒരു ലാൻഡ് സ്ലൈഡ് നടന്നിരിക്കുന്നതാണ്. പോകുന്ന റൂട്ടിൽ ഇതുപോലെ ചെറിയ ചെറിയ ടൗണുകളൊക്കെ വരുന്നുണ്ട്. ഭയങ്കര രസമാണ് കേട്ടോ. ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ വീടുകളെ അതുപോലെ തന്നെ ടൗണിൻ്റെ ഒരു ലുക്കും പിന്നെ ഇവിടുത്തെ കൾച്ചർ സംഭവങ്ങളെല്ലാം ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര ഇതിൽ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഈ ഒരു റൂട്ടിലുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദൂരമായിട്ട് കാണുന്നുണ്ടല്ലോ മല ഫുള്ള് ഐസ് വീണ് കിടക്കുകയാണ്. അപ്പം നാളെ നമുക്ക് ഐസ് വീണിട്ടുള്ള ഇതുപോലെ മലകളിലൂടെയൊക്കെയാണ് ട്രെക്കിങ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇതുപോലുള്ള മലകളൊക്കെ. ഏകദേശം ബ്രഹ്മതാല് ബേക്കത്താലൊക്കെ എത്തിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതുപോലെ തന്നെ സ്നോ വീഴുന്നു, സ്നോഫാൾസ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ഇല്ലാന്നുണ്ടെങ്കിലും മറ്റന്നാളെ ദിവസം നല്ല സ്നോഫാൾസ് പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു ജൂണ്, ജൂലൈ, ഓഗസ്റ്റ് ഇതുപോലത്തെ ടൈമിലൊക്കെ ബദ്രിനാഥൊക്കെ അടിപൊളി ആണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി സമയങ്ങളിലൊക്കെ ഒരുപാട് ട്രക്കിങ്ങുകളൊക്കെ ഓപ്പൺ ആവുന്ന ഒരു സ്റ്റേറ്റ് ആണത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളൊക്കെ ഇഷ്ടം പോലെ വരുന്നതുകൊണ്ടാണ് ഇവിടെ പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ചെറിയ ചെറിയ ടൗണുകൾ, ഒരുപാട് കടകളൊക്കെ ഇതുപോലെ ഉണ്ടായിട്ടുള്ളത്
ഇതുപോലെ ടൂറിസ്റ്റുകളൊക്കെ വന്ന് പോകുന്നതിനെ കൊണ്ടാണ്. ഇപ്പോൾ ഡ്രൈവർ കുറച്ച് മുമ്പ് പറയുന്നത് കേട്ട് ഇപ്പോൾ ഒരുപാട് വീടുകളൊക്കെ ഈ ഒരു മലന്റെ ഒരു സ്റ്റീപ്പായിട്ടുള്ള സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാ വർഷവും ഇതുപോലെ ലാൻഡ് സ്ലൈഡിങ് ഇതുപോലെയൊക്കെ വന്നിട്ട് വീടുകളൊക്കെ താഴെ പോയി ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടാകാറുണ്ടെന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. പിന്നെ അവിടെ ദൂരമായിട്ട് നമുക്ക് ആ ഒരു ഐസ് മല കാണുന്നുണ്ടല്ലോ. അപ്പൊ അടുത്തുള്ളൊക്കെ ഭയങ്കര തരിശായി കിടക്കുന്നുണ്ടായാലും ഐസ് വീണ മലകളൊക്കെ ഇതിന്റെ ബാക്കിലായിട്ട് ഒരുപാട് കാണുന്നുണ്ടായിരുന്നു. പിന്നൊക്കെ ഇവിടെ ഒരുപാടായിട്ട് യൂസ് ചെയ്യുന്ന ഈ ബെയിലി ബ്രിഡ്ജുകളാണ്. ഒരുപാട് സ്ഥലത്ത് ഇത് പൊട്ടി വീണ് കിടക്കുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ വയനാട് അപകടം ഉണ്ടായ സമയത്ത് പെട്ടെന്ന് വന്നിട്ട് ഈ ഒരു ബെയിലി പാലം നിർമ്മിച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കടക്കാനൊക്കെ പറ്റിയത്. സൺസെറ്റായി വരുന്നതിനനുസരിച്ച് ഭയങ്കരമായിട്ട് തണുപ്പ് കൂടുന്നുണ്ട്. പിന്നെ ഇവിടൊക്കെ ഈ ചുറ്റിനും മലകളാണല്ലോ. അതുകൊണ്ട് തന്നെ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴത്തേക്കും മുഴുവനായിട്ട് ഇരുട്ടാവുന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മളവിടെ റീച്ച് ആകാനായിട്ടുണ്ട്. ഒരുപാട് പേര് ഇതുപോലെ വീട്ടിലേക്ക് ആവശ്യമുള്ള വിറകുകളും അതുപോലെ കുതിരക്ക് കൊടുക്കാനുള്ള ഒരു ഇല കൊമ്പ് വെട്ടിയിട്ട് അതിന്റെ ലോഡൊക്കെ ആയിട്ട് പോകുന്ന ഇങ്ങനെ റോഡ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹൈ റിസ്ക് ആയിട്ടുള്ള ചെറിയ റോഡിലൂടെ ഒക്കെയാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലും നമ്മളെ ഡ്രൈവർ പൊളിയായതിനെ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ട് പോകുന്നുണ്ട്. എന്തായാലും ഡ്രൈവറിനെ സമ്മതിക്കണം കേട്ടോ. രണ്ട് സൈഡിലായിട്ട് ഭയങ്കര ചെങ്കുത്തായിട്ടുള്ള കൊക്കയാണ്. അതിൻ്റെ ഇടക്കൂടെ ഇതുപോലെ ചെറിയ റോഡ് ഇതൊക്കെയാണ്. ജസ്റ്റ് ഇടിഞ്ഞു കഴിഞ്ഞാൽ താഴെ പോകും. അതിലൂടെയാണ് നൈസായിട്ട് ഡ്രൈവർ വണ്ടിയും കൊണ്ട് പോകുന്നത്. അടിപൊളി. അങ്ങനെ രാവിലെ മുതൽ ഒരുപാട് നേരത്തെ യാത്രൻ്റെ ശേഷം നമ്മളിപ്പോൾ ലോഹഞ്ചെങ്കിൽ എത്തിക്കാണ്. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് ക്യാമ്പ് സൈറ്റ് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഇതാണ് ലോഹഞ്ചങ്ക് ക്യാമ്പ് സൈറ്റിൻ്റെ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുന്ന് ഈ ഒരു ഭാഗത്തോട്ടാണ് നാളെ. ആ ഭാഗത്ത് മഞ്ഞുമലയ്ക്ക് ഇന്ന് വൈകുന്നേരം കണ്ടതാണ്. ഇപ്പോൾ ഇരുട്ടായതിനെ കൊണ്ട് ഒന്നും തീരെ കാണാനില്ല. സമയം 6 മണി 6:20 ആയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര ഇരുട്ടായി പെട്ടെന്ന് തന്നെ. ഹിൽ സ്റ്റേഷൻ അതിനെ കൊണ്ടാവും. ഇതാണ് ഇന്ന് നമുക്ക് തങ്ങാനായിട്ട് തന്നിട്ടുള്ള റൂം. എന്തായാലും നാളെ രാവിലെ ഇനി ഇവിടുന്ന് ഈ ഭാഗത്തോട്ടാവും ട്രക്കിങ് സ്റ്റാർട്ടാവുന്നത്. നാളെ ബാക്കതാൽ ആണ് ഫസ്റ്റ് വ്യൂ പോയിന്റ്. ഫസ്റ്റ് അവിടെ പോയിട്ട് ക്യാമ്പ് ചെയ്തിട്ട് അടുത്ത ദിവസം അവിടുന്ന് ബ്രഹ്മതാല്. നമ്മളെ ട്രക്കിങ്ങിന്റെ ലീഡേഴ്സിൽ ഒരാൾ ഇപ്പോൾ നമുക്കുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നാളെ രാവിലെയാണ് നമ്മൾ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഉള്ളത്. അപ്പോൾ ഇനി ബാക്കി വീഡിയോസൊക്കെ നാളെ മുതലുള്ളത് ഇതിൻ്റെ ബാക്കിലായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് ലോഹജങ്ക് പോകുന്നു, ബ്രഹ്മതാല് സമ്മിറ്റ്, അതിൻ്റെ വീഡിയോസൊക്കെ അടുത്തായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.